നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി നിജിത്ത്. കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന വളർന്നു വരുന്ന ഒരു ചെറു പട്ടണത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഗ്രാമഭംഗി, ഗ്രാമസൗന്ദര്യം എന്നൊക്കെ പറയാൻ കൊതിക്കുന്നുണ്ടെങ്കിലും അത്രയും ഭംഗി ഇന്നെൻ്റെ നാടിനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഹൃദയസ്പർശിയായ വരികളിലൂടെയും നയനമനോഹരമായ ദൃശ്യാവിഷ്കാരത്തിലൂടെയും കവിതകൾ രചിച്ച് ഗ്രാമങ്ങൾ ഉണ്ടാക്കുവാനാണ് പലർക്കും ഇന്ന് താല്പര്യം. എന്നാൽ നാട്ടിൻ പുറങ്ങളെ പട്ടണങ്ങളാക്കാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ ഗ്രാമവും ഗ്രാമഭംഗിയും അതിൻ്റെ പഴമയും പാടെ ഇല്ലാതാവുകയാണ്. വയലുകൾ നികത്തി വീടുകളുണ്ടാക്കിയും പാടങ്ങൾ നികത്തി പറമ്പുകളാക്കിയും നമ്മുടെ ഗ്രാമങ്ങളെ പട്ടണങ്ങളാക്കാൻ മുതിരുമ്പോൾ പ്രകൃതിയുടെ ശാലീനത മാത്രമല്ല, നമ്മുടെ ശാലീനതയും സൗമ്യതയും നിഷ്കളങ്കതയും കൂടിയാണ് അതോടൊപ്പം ഇല്ലാതാകുന്നത്. ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 70 വയസ്സിനും 80 വയസ്സിനും ഇടയിലാണ്. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഏകദേശം 29,394 ദിവസങ്ങൾ മാത്രം. ഇത് എൻ്റെ കണക്കുകളല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളാണ്. ആ കണക്ക് പ്രകാരമാണെങ്കിൽ 5,114 ദിവസം ഇതുവരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഭൂമിക്ക് വേണ്ടി ഇതിനോടകം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇന്നൊന്നും എൻ്റെ പക്കലില്ല. ഇനി എത്ര കാലം ഇവിടെ ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിലും എനിക്കൊട്ടും നിശ്ചയവുമില്ല. എന്നാൽ അതേക്കുറിച്ചോർത്ത് സങ്കടപ്പെടാനുള്ളതാകരുത് നമ്മുടെ ശേഷിക്കുന്ന ഓരോ ദിവസങ്ങളും. അവശേഷിക്കുന്ന ശിഷ്ടകാലത്തെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ കഴിയണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടോ അല്ലാതെയോ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് പോലും തെറ്റുകാരനായി മുദ്ര ചാർത്തപ്പെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടിയും വന്നിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ തെറ്റുകളെ പർവ്വതീകരിച്ച് പറയാതെ തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന വീഴ്ചകളെ സ്വയം ശരിയാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ വിജയമുണ്ടാക്കാനാകും എന്നതാണ് ജീവിതം ഇതുവരെ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ സംയമനം എൻ്റെ ബലഹീനതയായി കണ്ട് അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെയും ഇതിനിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴുള്ള നിങ്ങളുടെ ആ വികൃത മുഖം കാണുമ്പോൾ പുച്ഛവും സഹതാപവുമല്ല, അവജ്ഞയാണ് നിങ്ങളോട് തോന്നിയിട്ടുള്ളത്. വലിയവനായും ചെറിയവനായും ഇവിടെ ആരുമില്ല. നമ്മൾ സ്വയം വലുതാകാൻ വേണ്ടി നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതൊക്കെ. നമ്മൾ ഓരോരുത്തർക്കും നിരവധി കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടാകും. എന്നാൽ നമുക്കത് സ്വയം തിരിച്ചറിയുവാനുള്ള കഴിവില്ല എന്നതും ഒരു നഗ്ന സത്യമാണ്. കുറ്റങ്ങളെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടല്ല മായ്ക്കേണ്ടത്, മറിച്ച് ആ കുറ്റങ്ങൾ ഉണ്ടാകാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കി കൊടുത്ത് എന്നും കൂടെയുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് പരസ്പരം ഓരോരുത്തരും ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും വരാം. സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത്. നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്.